കൊച്ചി കളമശ്ശേരിയിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയിട്ടുണ്ട്. BPCL എമർജൻസി റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി വാതക ചോർച്ച പരിഹരിച്ചിട്ടുണ്ട്. അതിന്റെ റെഗുലേറ്റർ ഭാഗത്താണ് ചോർച്ച കണ്ടെത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അടിയന്തര സാഹചര്യമില്ല എന്ന് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് CI MP സാഗർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്ന വെച്ചാൽ ഈ ടാങ്കർ വലിച്ച് ഇതിന്റെ ഒരു സീറോ സ്പേസ് ഉണ്ട്, ആ സ്പേസിലേക്ക് മാറ്റാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഗ്യാസ് മാറ്റുന്നത് ഇതിലും വലിയ റിസ്ക് ആണ്. കാരണം അതും ഇപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും. ഇത്ര റോഡ് ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും. അതൊരു tedious പ്രോസസ്സാണ്. അപ്പോൾ അതോടൊരു 3 മണിക്കൂർ 4 മണിക്കൂർ അതിൽ ഗ്യാസ് മാറ്റാനായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരെ ആക്കിയിട്ട് വേറെ ക്യാബിൻ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇത് നന്നാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്താണോ അത് നമ്മൾ നോക്കും. ഈസിയസ്റ്റ് ആൻഡ് സേഫ്റ്റി വേ. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. നിതിൻ ആ ടാങ്കർ ലോറി കിടക്കുന്ന സ്ഥലത്തുണ്ട്. ഹാഷ്മി, നമ്മളും കണ്ടിരുന്നു ആ ടാങ്കർ ലോറി അവിടെ കിടക്കുന്നത് വരുന്ന വഴി. അപ്പോൾ അവിടുത്തെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? ഒരു അപകട സാധ്യതയ്ക്കൊന്നും ഇനി ഒരു ചാൻസ് ഇല്ലല്ലോ? ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ആശങ്കയ്ക്ക് ഇനിയൊരു അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി 11 മണിക്ക് ഈ ടാങ്കർ മറിഞ്ഞ സ്ഥലത്താണ്. ഇരുമ്പനത്ത് നിന്നും ഇത് ഗുജറാത്തിലേക്ക് പോകും വഴിയായിരുന്നു കളമശ്ശേരിയിലെ HMT ജംഗ്ഷനിൽ വെച്ച്, TVS ജംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ ഈ ഒരു വാഹനം ടാങ്കർ ലോറി മറിഞ്ഞത്. ടാങ്കർ ലോറി മറിഞ്ഞ ശേഷം പിന്നീട് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം എത്തി ടാങ്കർ ഉയർത്താനുള്ള ശ്രമം ഏതാണ്ട് മണിക്കൂറുകളായി തുടരുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ടാങ്കർ ഉയർത്തുന്നതിനിടയിൽ ലീക്കേജ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ആ ചോർച്ച പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ടാങ്കർ ഉയർത്തിയിരിക്കുകയാണ്. തൃശൂരിൽ നിന്ന് ഒരു ക്യാബിൻ വന്നതിന് ശേഷം ഈ ടാങ്കർ ഇവിടെ നിന്ന് BPCL കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാകും ഈ വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുക. അതിനുശേഷമാകും യാത്ര പിന്നീട് ഇത് ഗുജറാത്തിലേക്ക് തുടരുക. നിലവിൽ ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, എല്ലാം പരിഹരിച്ചു എന്നാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ BPCL അധികൃതരും വ്യക്തമാക്കിയത്. എന്തായാലും അല്പസമയം മുമ്പ് തന്നെ കുറച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ വാതക ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ വലിയ ആശങ്കയിലേക്ക് പോകുമോ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്. പ്രൊപ്പലൈൻ ഗ്യാസ് ആണുള്ളത്. സ്വാഭാവികമായിട്ടും LPG പോലെ തന്നെ അപകടകരമായ ഒരു വാതകമാണ്. പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആശങ്കയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായി ഇപ്പോൾ ആ ചോർച്ച അടച്ചിരിക്കുകയാണ്. ഏതാണ്ടൊരു 9:30 മണിയോടുകൂടി തന്നെ തൃശൂരിൽ നിന്നുള്ള ക്യാബിനെത്തി അതിനുശേഷം ഈ ടാങ്കർ ഇവിടെ നിന്ന് BPCL ആസ്ഥാനത്തേക്ക് മാറ്റും. അവിടെ നിന്നാകും മറ്റൊരു ടാങ്കറിലേക്ക് വാതകം മാറ്റി പിന്നീട് യാത്ര തുടരുക. എന്തായാലും ഇവിടെ വെച്ച് തന്നെ മറ്റൊരു ടാങ്കറിലേക്ക് വാതകം മാറ്റുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ടാണ് അല്പം സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റി പിന്നീട് ഈ ഒരു ടാങ്കർ വാതകം മറ്റു ടാങ്കറിലേക്ക് മാറ്റി യാത്ര തുടരുക. ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഈ ഗതാഗത ക്രമീകരണം അത് ഇപ്പോൾ പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. ഇതുവഴി ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിടുകയാണ്. ഗതാഗത നിയന്ത്രണമെല്ലാം തന്നെ ഇപ്പോൾ നീക്കിയ ശേഷം വാഹനമെല്ലാം തന്നെ ഈ വഴി കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, കളമശ്ശേരിയിൽ ഒരു ഗതാഗത പരിഷ്കരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ച് യു ടേൺ എടുക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഈ കാണുന്ന സ്ഥലത്താണ് ഈ ടാങ്കർ ലോറി മറിഞ്ഞത്. ടാങ്കർ ലോറി മറിഞ്ഞ ഉടൻ തന്നെ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും ഇവിടെ എത്തി ആദ്യം അതിന്റെ പരിശോധന നടത്തിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ അത്തരത്തിൽ ചോർച്ചയില്ല എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ടാങ്കർ ഉയർത്തുന്നതിനിടയിലാണ് ഒരു ലീക്കേജ് ഉണ്ടായതെന്ന് മനസ്സിലായി. ഏതാണ്ട് റെഗുലേറ്റർ ഭാഗത്താണ് ലീക്കേജ് ഉണ്ടായത്. അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ഇപ്പോൾ ആ ചോർച്ച പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇനി ക്യാബിനെത്തി പിന്നീട് BPCL കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്ന നടപടിയാവും സ്വീകരിക്കുക. എന്തായാലും ഫയർഫോഴ്സ്, ഏലൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഇടപ്പള്ളി, തൃക്കാക്കര പോലീസുമെല്ലാം ഈ സ്ഥലത്തെത്തിയിരുന്നു. അവരും ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല, അതെല്ലാം പൂർണ്ണമായി പരിഹരിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഹാഷ്മി. ഓക്കെ നിതിൻ, ഓക്കെ. അപ്പോൾ ഈ കൊച്ചി കളമശ്ശേരിയിലാണ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഇപ്പോൾ ഓക്കെയാണ്. ആദ്യം ഒരു ചെറിയ ഈ വാതകമൊക്കെ ഉള്ളത് കാരണം ഞാൻ ചോരുവോ എന്നൊക്കെയുള്ള ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാതകം മാറ്റുന്നത് വരെ ഒരു റിസ്ക് ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നിതിൻ പറയുന്നത്.